ഞാൻ പോവുകയാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് വിശ്വസിച്ചിരുന്ന ആ ഓർമ്മകളിലേക്ക്. എന്താണ് ചിരിക്കുന്നത്? വായിച്ചിട്ട് മനസ്സിലായോ? അല്ല, ചില ലവേഴ്സ് നോക്കുന്ന പോലെ മലയാള അക്ഷരത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആരാരും ചിരിച്ചു പോവില്ലേ? അതും ദ ഗ്രേറ്റ് ബിസിനസ്മാൻ വിശ്വജിത്ത്. ഷെയിം ഷെയിം ബപ്പി ഷെയിം. അല്ല, ഈ പറയുന്ന ആളെ എത്ര പേജ് വായിച്ചു? വാട്ട്? ഡേ ഏട്ടാ, ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കുന്നുള്ളൂ. എന്താ ഇവിടെ ഇതുവരെ വായിച്ചു കഴിഞ്ഞില്ലേ? രാവിലെ തുടങ്ങിയതാണല്ലോ. മുത്തശ്ശി, ഇത് ഫുൾ മലയാളമാണല്ലോ. ആന്നേ, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതിനിത് മലയാളമല്ല കുട്ടികളെ, ഇത് സംസ്കൃത. ശരിക്കും മലയാളം വായിക്കാൻ തന്നെ അറിയില്ല, പിന്നെയാണ് സംസ്കൃതം എടുത്തു വെച്ച് വായിക്കുന്നത്. ജാനുവച്ചി, ഞങ്ങൾക്കിപ്പോൾ ചായ വേണ്ട. ആ 10 മണിയും കൂടി എണീറ്റിട്ട് മതി. ആഹാ, അവൻ ഇതുവരെ എണീറ്റില്ലേ? നാളെ അവൻ്റെ കല്യാണമാണോ അതോ നമ്മുടെ കല്യാണമാണോ? എനിക്ക് അറിയാൻ വയ്യാത്തോട് ചോദിക്കുക. അവന്റെ കാര്യം അറിയാലോ, കൃത്യം 10 ആവാണ്ട് അവൻ എണീക്കില്ല. ഓ, അവൻ്റെ ഒരു 10. ആദ്യം അവൻ്റെ അലാറം ക്ലോക്കാ ശരിയാക്കണ്ടേ. അതെ മുത്തശ്ശി, ആ ക്ലോക്കിന് എന്തോ കുഴപ്പമുണ്ട്. കൃത്യം 10 ആകുമ്പോൾ മാത്രമേ അത് അടിക്കുള്ളൂ. അങ്ങനെ നാളെ എൻ്റെ കല്യാണമാണ്. നാളെ എൻ്റെ കല്യാണം? നാളെ? അതെ, എനിക്കൊരു ഡൗട്ടുണ്ട്. നാളെ എൻ്റെ കല്യാണമല്ലേ? അപ്പൊ ഞാൻ താലി കെട്ടാൻ നേരത്ത് എൻ്റെ ഈ 2 കൈകളും വരച്ച ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ വരയ്ക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ ഒന്നും ചെയ്യണ്ടടാ, നീ അങ്ങോട്ട് മാറി നിന്നാ മതി. അപ്പൊ താലി ആര് കെട്ടും ചേട്ടാ? താലി ഞങ്ങള് നല്ലൊരു ചെക്കനെ കൊണ്ട് കെട്ടിച്ചോളാം, പോരെ? ഡോണ്ടോ അങ്ങനെ ചെയ്യരുത്. അവക്ക് വിഷമാവും നിങ്ങളുടെ അനിയത്തിക്ക്. അവളൊരു പൊട്ടിയായി പോയി, എന്ത് ചെയ്യാനാ? അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. വളർത്തിയത് 3 മണ്ടന്മാരല്ലേ. നീ എന്തിനും പറഞ്ഞോ? ഞാനൊരു സത്യം പറഞ്ഞെന്നുള്ളൂ. കണ്ട കേട്ടോ, അവൻ നമ്മളെ കളിയാക്കിയിട്ട് പോണ. പോട്ടേടാ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇതെവിടെ പോയിരിക്കുവാണോ എന്തോ. പക്ഷെ എന്തോരം നേരായി. ഇവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പഴേ ഇവിടെ ഒന്ന് മനുഷ്യ കോലത്തിലൊന്ന് കാണുന്നേ. ഓ ഗോഡ്. വേണ്ട വേണ്ട, അടങ്ങിയിരി. എടാ നാടൻ കെട്ടവന്, ഒന്ന് അടങ്ങടാ. ഇല്ല, ഞാൻ അടങ്ങൂല. നീ എന്തിനാണ് എന്നെ അടിച്ചത്? Because you have no right to touch my body. എന്തോ ഐ ആം ദ ഓണർ ഓഫ് ദിസ് പ്രോപ്പർട്ടി. പിന്നെ എന്തുകൊണ്ട് എനിക്ക് തൊട്ടുകൂടാ? എനിക്കൊരു അവകാശമുണ്ടടി. നീ എന്നെ ടച്ച് ചെയ്യണ്ട. എന്നോട് ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ ചെയ്തല്ലോ. പണ്ടത് വർക്കൗട്ട് ആയില്ല.
എനിക്കതൊന്നും അറിയണ്ട. എന്നെ ടച്ച് ചെയ്യാനും വരണ്ട. ഓ, അപ്പൊ ഞാൻ നിന്നെ തൊടരുത്. യാ. അപ്പൊ നമ്മുടെ നാളത്തെ ഫസ്റ്റ് നൈറ്റിനും ഞാൻ നിന്നെ ടച്ച് ചെയ്യരുതല്ലേ? അതിന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ഒന്ന് പതിയെ പറ പെണ്ണെ, അപ്പുറം നിന്റെ ചേട്ടന്മാരും മുത്തശ്ശിയൊക്കെ ഇരിപ്പുണ്ട്. ഓ സോറി, അതൊക്കെ നമ്മുടെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞില്ലേ. സോ വാട്ട്? ഇനി വേണ്ടത് അല്ല, നീ എന്തോ പറയാറുണ്ടായിരുന്നല്ലോ. ആ സിത്തു, എനിക്ക് ഈ ക്യാറ്റുകളെ പോലെ ഒരുപാട് ബേബീസ് വേണം. ഒരുപാട്. അങ്ങനെ ഒരുപാട് ബേബീസ് വേണമെങ്കിലേ ടച്ച് ചെയ്താലേ നടക്കുള്ളൂ. പൊടപ്പട്ടി. ആഹാ, എന്താന്ന് പൊടപ്പട്ടിന്നോ? എന്താ പറ്റിയേ? പറ. Siddhu, I want to see him. You already know that. I saw him 1 year ago. ശ്രീതു, ഡോണ്ട് ക്രൈ, ഓക്കെ? നീ ചെയ്യാൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും അവൻ വന്നില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാടി? നിന്നെപ്പോലെ തന്നെ ഞാനും അവനെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു കണക്കിന് അവൻ വരാത്തത് നല്ലത് അല്ലേടാ. അവൻ എന്തായാലും വരും. നിന്റെ മാരേജല്ലേ, കരയാണ്ടിരി. ആരും കേട്ടു കാണോ? ഓ, ആരും കേട്ടില്ല. എവിടേക്കാ? സബാഷ്, അപ്പൊ ഒന്നുറപ്പായി അവള് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ട്. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. അത് പിന്നെ ചേട്ടന്മാരെ, ഞാൻ കുളിച്ചില്ല, കുളിച്ചിട്ട് വന്ന പോരെ. ഓ, ഇറ്റ്സ് ഓക്കെ, ഞങ്ങള് കുളിപ്പിക്കാടാ. അതൊന്നും വേണ്ട. എന്തെങ്കിലും കണ്ട് പേടിച്ച് പനി വന്ന ഭയങ്കര സീനാ. നീ ഇങ്ങോട്ട് വരുമോ അതോ ഞങ്ങളങ്ങോട്ട് വന്നോ? വേണ്ട, ഞാനങ്ങോട്ട് വരാം. ചേട്ടന്മാരെ, ഞാൻ വേണ്ട വേണ്ടാന്ന് പലവട്ടം പറഞ്ഞതാ, എന്നിട്ടും കേട്ടില്ല. അത് പോട്ടെ, ഇനി ചെയ്യാതിരുന്നാ മതി. ഇനി ചെയ്യരുതെന്നാ? അല്ല, അതങ്ങനെ ശരിയാവും? എന്താ, നിനക്ക് പറ്റില്ലേ? അപ്പൊ എനിക്ക് തോന്നിയാലും ചെയ്യരുത്. അതെ, നിങ്ങൾക്കൊരു അല്പം കണ്ണിച്ചോരുണ്ടോ? ഒരു അല്പം കണ്ണിച്ചോര. ബിരിയാണി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായം അത്? അല്ല, എനിക്കറിയാൻ വയ്യത്തോണ്ട് നോക്കിയാ നിങ്ങളുടെ കുടുംബത്തോടെ ഭ്രാന്തന്മാരാണോ? ആദ്യം എടുത്തത് എന്റെ പുറകെ എടുക്കുമായിരുന്നു, അത് കഴിഞ്ഞപ്പോ അവളായി, ഇപ്പൊ നിങ്ങള്. ഒന്നും ചെയ്യരുത് പോലും. ഇവനെന്താടാ പറ്റിയേ? ഇന്നൊരു ദിവസം അവളെ കാണാണ്ടിരിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അവനെന്തിനാ പറയണേ? നമ്മുടെ പെങ്ങളെ പറഞ്ഞാൽ മതിയോ? ആ ലണ്ടനില് എത്രയോ നല്ല ബോയ്സ് ഉണ്ടായിരുന്നു, എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവനെ മാത്രം. വന്നോ? നമ്മുടെ ജാനുവച്ചിയുടെ മോളെ ഏട്ടത്. യു മീൻ നമ്മുടെ മുത്തശ്ശീനെ നോക്കാൻ തന്നെ ചേച്ചിയുടെ മോള്? അതെ ഏട്ടാ, വീണ. എന്റെ നടു. ഭാഗ്യം, ആരും കണ്ടിട്ടില്ല. അയ്യോ, നാണം കെട്ട്. അറിയോ? ഓക്കെ, ഐ ആം ഓക്കെ. പിന്നെ ഞാൻ വീണെന്ന് ആരോടും പറയല്ലേ. ഇല്ല. ചെക്കൻ്റെ ആളാണോ അതോ പെണ്ണിൻ്റെ ആളാണോ? ഐ ആം കോമൺ ഫ്രണ്ട് ഓഫ് ദം. അറിയോ വീണ? അതെ, എന്നെ ഇങ്ങനെ മനസ്സിലായി. അത് ജാനുവച്ചി പറഞ്ഞായിരുന്നു മോള് വരുമെന്ന്. ഓ അങ്ങനെ. തൻ്റെ പേര്? ക്യാൻ യു ഗെസ് ഇറ്റ്? അമ്മ പറഞ്ഞത് വെച്ച് അർണവാണോ? യെസ്. അല്ല, അമ്മ പറഞ്ഞത് നിങ്ങളെല്ലാം ലണ്ടനിൽ നിന്ന് വന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മലയാളം അറിയാം? അത് ഞങ്ങൾ എല്ലാവരും ജനിച്ചത് ഇവിടെ തന്നെയാണ്. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എനിക്കിവിടുത്തെ മുത്തശ്ശിനെ മാത്രമേ അറിയുള്ളൂ, വേറെ ആരെയും പരിചയമില്ല. അമ്മ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അതിനെന്താ, ഞാൻ പരിചയപ്പെടുത്തി തരാം. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് റൂം. ഐ തിങ്ക് ദ അറ്റ്മോസ്ഫിയർ ദെയർ വിൽ ബി ബെറ്റർ ദാൻ ഹിയർ. ആഹാ, താനാൾ കൊള്ളാലോ. ഞാൻ അങ്ങനത്തെ ടൈപ്പല്ല. ഞാനൊന്ന് ചിരിച്ച് കളിച്ച് മിണ്ടിയെന്ന് വെച്ച് എന്നെക്കുറിച്ച് എങ്ങനെയാ താൻ വിചാരിച്ചത്? പരിചയപ്പെട്ടിട്ട് ഒരു അരമണിക്കൂർ പോലും കഴിഞ്ഞില്ല, അതിന് മുമ്പ് പുറത്ത് വന്നല്ലോ. വാസ്ത
ഹലോ മേഡം, ഒരുപാട് കാർഡ് കയറണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഭയങ്കര നോയ്സാണ്. സോ അപ്പർ റൂമിൻ്റെ സംസാരിക്കാമെന്നാ. അല്ലാതെ ഓ ഗോഡ് ഓരോന്നും വന്നോളും രാവിലെ തന്നെ. ശേ, വേണ്ടിയിരുന്നില്ല. ഹലോ, ഒന്ന് നിക്ക്. സോറി, ഞാൻ സോറി പറഞ്ഞില്ലേ. നിക്കൊന്ന്. അരി എത്രയാന്ന് നോക്കുമ്പോൾ 500 എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിക്കുക? ഒന്ന് ക്ഷമിക്കൂന്നേ. ഒരബദ്ധം ആർക്കാനും പറ്റില്ലേ? അബദ്ധം മാത്രം പറ്റുന്നവരും ഉണ്ട്. എൻ്റെ പൊന്നോ, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം നമുക്ക് പോവാം. ഇവരാണ് ഇവിടുത്തെ ഗ്രാൻഡ്മയുടെ ഒരേ ഒരു മോനും മരുമോളും, മഹി ആൻഡ് നിള. ഇവർ മാരേജിന് ശേഷം ലണ്ടനിൽ സെറ്റിൽഡായി. ബട്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാണ്ടിരിക്കാറില്ല. ഓ, ഇവർക്കാണോ ആ 4 മക്കളുള്ളത്? യാ, 3 ബോയ്സ് ആൻഡ് 1 ഗേൾ. ഇത് അവരുടെ ഫസ്റ്റ് സൺ വിശ്വജിത്ത്. ആളവിടുത്തെ നമ്പർ 1 ബിസിനസ്മാനാണ്. ദ സെക്കൻഡ് സൺ ദേവ്. ഹി ഓൾസോ എ ബിസിനസ്മാൻ. ചേടാ, ഇതവിടെ പോയി? ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണല്ലോ. പെട്ടെന്ന് മഞ്ഞവൻ. ഇവനാര്? മായാവിയാ? എന്താ? നത്തിങ്. ഇതിൽ 3-ാമത്തെ ആളുടെ ഫോട്ടോ ഇല്ല. ദാറ്റ് വാസ് മിസ്സിങ്. സോറി വീണ. ഓ, അതായിരുന്നു. അത് സാരമല്ല. ഇനി എനിക്ക് ആ 3 ബ്രദേഴ്സിൻ്റെ ഒരേ ഒരു സിസ്റ്റർ ഇല്ലേ, ഇവിടുത്തെ കല്യാണ പെണ്ണ്, ആളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നേരിട്ട് മിണ്ടാനൊരു മടി, അതുകൊണ്ടാണ്. ഓ, ദിസ് ഇസ് ഷീ. ആ 3 ബ്രദേഴ്സിൻ്റെ ഒരേ ഒരു സിസ്റ്ററും എൻ്റെ ഫ്രണ്ടും ഇവിടുത്തെ ബ്രൈഡും ശ്രീതു. ആ, നോക്കട്ടെ. ഷീസ് വെരി ക്യൂട്ടല്ലേ? എന്ത് രസം കാണാൻ. 3 ചേട്ടന്മാർ വളർത്തിയ കുട്ടിയായോണ്ട് നല്ല അടക്കം അതൊക്കെ ഉണ്ടാവും. അതെ അതെ. ആ, ഇതല്ലേ നമ്മുടെ കല്യാണ പയ്യൻ. ആളെ കണ്ടിട്ടൊരു മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന് തോന്നണല്ലോ. അതെ, മിസ്റ്റർ പെർഫെക്റ്റ് പ്ലസ് ഗിരിരാജ് മോഡി, അത്രേ ഉള്ളൂ. ഈ പറയുന്നതാണ് പിന്നെ എങ്ങനെയാണാവോ? ശരി, ഞാൻ പോവട്ടോ. പിടിപ്പത് പണിയുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, പിന്നെ കാണാം. ശരിടാ, എന്നാലും ഫോട്ടോ എവിടെ പോയി? ആഹാ, നല്ല കുടുംബത്തിൽ പിറന്ന കാറ്റ്. ഈ കാറ്റൊക്കെ കാണുമ്പോൾ കാനങ്ങളിനെ വല്ലാതെ മിസ് ചെയ്യുന്നു. കഹാനി അമാരി ഫസാനാമ. എടാ അർണവേ, ഇവിടെ പിടിപ്പത് പണിയെടുക്കുമ്പോൾ നീ അവിടെ പാട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഇവിടെ ഇറങ്ങി വന്നേ. അവൻ്റെ ഒരു കഹാനി. നീ പറൂന്ന് എന്ന് പറയല്ലേ. എല്ലാ പണി ഞാൻ തന്നെ ചെയ്യണിച്ച. എനിക്ക് വയ്യ. ഡിഡ് യു കോട്ട് മീ? നിനക്ക് എന്തടി അമ്മ? എന്താടാ അത്? ഒന്നുമില്ല, ഒരു പ്ലേറ്റ് അടിതാ. ആഹാ, പ്ലേറ്റ് ഒക്കെ ഇപ്പോൾ അയ്യോന്നും പറഞ്ഞ താരം വീണ്ടേ. ആ, ചിലപ്പോൾ ഒക്കെ അങ്ങനെ വീണെന്നിരിക്കും. തനിക്ക് എന്തടോ ഒരു പണിയില്ലെങ്കിൽ വല്ല കടുക് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഒന്ന് പോടാ, മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് കടുക് നിലത്തോടെ വഴക്കുണ്ടാവുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ പോലെ ചെറ്റത്തരം ചെയ്യില്ല. യു നോ, ഐ എം പേഡ് ബൈ ആൻസർ ആൻഡ് ഓൾസോ എ ജെന്റിൽമാൻ. അതെ, സോറി കേട്ടോ. ഒരു അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയെന്ന് നിനക്കല്ലടി, ദൈവത്തിനാ. വേദനിച്ചോ? പിന്നെ നല്ല സുഖമാണല്ലോ. എന്തേ, മേഡത്തിന് കുറച്ച് വേണോ? എടാ, എന്നാലും നീ സുഖം വേണോന്നോ? അതും ഒരു പെങ്കൊച്ചിനോട്. ഇത്രയും കാലം ഞാൻ എന്ത് വിശ്വസിച്ചാണ് നിന്റെ കൂടെ ജീവിച്ചേ? എന്നാലും ഇനി നീ എന്നോട് ഒന്നും പറയണ്ട. അപ്പൊ നിങ്ങൾ അതാണോ? അപ്പൊ ഇത് കല്യാണ പെണ്ണിനറിയോ? ഓടി അവിടുന്ന്. ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ഞാൻ പോവാം. അയ്യോ, അതെ, തലയിൽ പ്ലേറ്റ് വീണ കാര്യം ഞാൻ ആരോടും പറയില്ല കേട്ടോ. അയ്യോ, അയ്യോടാ, എന്റെ ചിരിയുടെ സ്റ്റോക്ക് ഇടുന്നു പോയില്ലോ. ആ, എന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ ചിരിച്ചോളാം കേട്ടോ.
വീണ ഇത് നോക്കിയേ. സാമ്പാറിനുള്ളതാ? അതെ. ഇത് തീരെ ചെറുതായി പോയല്ലോ ഏട്ടാ, കുറച്ചും കൂടി വലുതാക്കാൻ പാടില്ലായിരുന്നു? ഓക്കെ ഡൺ. ആ മോനെ മല്ലിയില കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ആ ജാനുജി. ഓ എൻ്റെ കണ്ണരിഞ്ഞിട്ട് വയ്യ. ഈ ഉള്ളി കണ്ടുപിടിച്ച ആരാണ്? കണ്ണെരിയുന്നുണ്ടാവല്ലേ? കുറച്ചും കൂടി ഏകലടിച്ച് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണെരിയത്തേ ഇല്ല. ഇതിപ്പോഴാണോ വീണ പറയുന്നത്? കുറച്ചും കൂടി നേരത്തെ പറയണ്ടേ? എൻ്റെ കണ്ണുനീര് ഇത്രയും വേസ്റ്റ് ആയിപ്പോയി. ഈശ്വരാ, എന്തിടി? ആ എൻ്റെ കൈ മുറിച്ചിട്ട് ഇതൊന്ന് ചിരിക്കുന്നോ? പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? ഞാൻ അത് വെറുതെ പറഞ്ഞാ. ആ ഇപ്പം നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഓ എൻ്റെ കൈ കൊണ്ടുവന്നേ നോക്കട്ടെ. ഞാൻ വീണ്ടും വന്നിട്ട് വറുത്ത് വെച്ചാൽ എന്താന്ന് വെച്ചെടുത്ത് മാറ്റി വെച്ചോ, അല്ലെ ഞാൻ കഴിച്ചെടുക്കും. അവിടെ കുറച്ച് തേങ്ങ. നീ കൊടുക്കുന്നതാ. ചേട്ടനൊന്നും ഉണ്ടായിരുന്നേ, ആ തേങ്ങ നീ അവൻ്റെ കയ്യിലോട്ട് കൊടുത്തേ. എന്നാടാ ഇനി ഐശ്വര്യമായിട്ട് അങ്ങ് തുടങ്ങിക്കോ. അതന്നെ ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് എല്ലാം തീർക്കാം. അല്ല ഞാനോ? ഞാൻ ചെക്കനാ. അതെ, അതിന് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഓ അതല്ല, നാളെ എൻ്റെ കല്യാണം വന്ന്. അതേലോ ചേട്ടൻ്റെ കല്യാണം. അപ്പൊ ചേട്ടൻ്റെ കല്യാണത്തിന് ചേട്ടൻ തന്നെ തേങ്ങ ചെലവണ്ടേ? അല്ല അത് അതേതൊന്നും പറയുക നേരല്ല, പെട്ടെന്ന് ആയിക്കോട്ടെ. ആ ഇനി അങ്ങ് തുടങ്ങിക്കോ. അവൻ്റെ കല്യാണത്തിൻ്റെ പായസത്തിനുള്ള തേങ്ങ അവൻ തന്നെ ഇരുന്ന് ചേട്ടത്. പാവട. അതെ, വൈകുന്നേരം കെട്ടാനുള്ള താലി പൂജിക്കുന്നവരെ മറക്കരുതേ. അയ്യോ അത് ഞങ്ങൾ മറന്നു. എടാ അണ്ണവേ, നീ പോവില്ലേ? എനിക്ക് വഴി അറിയില്ല, ഞാൻ ഒറ്റയ്ക്കൊന്നും പോകത്തില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വന്നാൽ ഞാൻ പോവാം. എടി വീണേ, നീ എന്നാ കൂടെ ചെല്ല്. ഞാനോ? ഓ ഞാൻ മറന്നുപോയി. എനിക്ക് പിന്നെ ചെറുത്തം കുരിശ് കണ്ടുപോലെയല്ലോ അമ്പലം കാണുന്നത്. ഓ ഞാൻ പൊക്കോളാം എൻ്റെ പൊന്നോ. ദേ ഇവള് വരും മോനെ, ഇവളെയും കൂട്ടി പോക്കോ. ആ ഓക്കെ ജാനുജി. അല്ല, നമ്മുടെ ചെക്കന് ഇതെന്താ പറ്റി? ഈ ലോകത്തെങ്ങ അല്ലേ എന്തോ? അല്ല, ഈ താലി എങ്ങനെ കെട്ടുന്നേ? കൊള്ളാടാ, ഇതുവരെ താരി കെട്ടാത്ത ഞങ്ങളോട് നീ എന്താടാ മനുഷ്യനെ കളിയാക്ക? സോറി ഏട്ടാ, എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ പറഞ്ഞു തരായിരുന്നു. അല്ലടി വീണ, നീയാണോ താലി കെട്ടുന്നത് അതോ ചെക്കനാണോ? എൻ്റെ ഡൗട്ടാ. ഗേയ്സ്, ഞാൻ സീരിയസിന് ചോദിച്ചാ എങ്ങനെ ഈ താലി കെട്ടുന്നത്? എൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം പഠിച്ച് പരീക്ഷ എഴുതിയിട്ടാലോ താലി കെട്ടാൻ പോണേ? ഒന്ന് പോടാ, നിന്നോട് ഞാൻ ചോദിച്ചാ. പിന്നെന്ത് ഗെയ്സ് എന്നല്ലേ വിളിച്ചേ? അപ്പൊ ഞാനും അതിലുണ്ടല്ലോ. ഷട്ടപ്പ് മാൻ. ഓ തുടങ്ങി രണ്ടെണ്ണം. അതിപ്പോ എങ്ങനെയും കെട്ടിയ പോലെ അല്ലമ്മ? അങ്ങനെയല്ല, താലി കെട്ടുന്നതിന് ഓരോ രീതിയുണ്ട്. ആ രീതിക്ക് കെട്ടാവൂ. താലി ചരടി കോർത്ത് കെട്ടുമ്പോൾ 3 കെട്ടിടണം. അതും അയക്കാൻ പാകത്തിന് കെട്ടണം. കേട്ടല്ലോ. ആ പിന്നെ കേട്ടു. എടി വീണ, നീയും കേട്ടല്ലോ. നീ ചെക്കനില്ല കെട്ടാൻ പോണേ, ആവശ്യം വരൂടി. ഉമ്മർത്താര് വന്നിട്ടുണ്ടല്ലോ. ശിവ, മുത്തശ്ശി ശിവ വന്നിട്ടുണ്ട്. എന്താ കുട്ടിയത്? നിന്റെ ഒരേ ഒരു പെങ്ങളുടെ കല്യാണല്ലേ, എന്നിട്ട് ഇപ്പഴാ കയറി വരുന്നേ? മുത്തശ്ശി അവനിപ്പോ വന്നേല്ലുള്ളൂ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അല്ല ഇത് ഇതവിടെ 3ാമത്തെ ചേട്ടൻ ന്യൂയോർക്കിലായിരുന്നു. എന്തായാലും വന്നില്ല, എനിക്ക് സന്തോഷായി.